പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ഒരു മുദ്രാവാക്യം. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് പോവുക. NSSും ഈ SNDPയും തമ്മിൽ യോജിക്കുമോ, അത് യോജിച്ചൊരു അത്ഭുതമാണ്, പക്ഷേ യോജിക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര അങ്ങ് ഫലപ്രദമായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ആപ്തവാക്യവുമായിട്ട് അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നായാടി മുതൽ ക്രിസ്ത്യാനി വരെ. അതൊരു BJPയുടെ ഒരു മുദ്രാവാക്യം കൂടിയാണ്. അതായത് ഹിന്ദു വിഭാഗങ്ങളെല്ലാം ഒന്നിക്കുക, അതിനോടൊപ്പം ക്രിസ്ത്യാനികളൂടെ ചേരുക. ഈ ക്രിസ്ത്യൻസും ഹിന്ദുസും ഇവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു സമീപനമാണ് വെള്ളാപ്പള്ളിക്ക് എപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ BJP പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന കാര്യം അദ്ദേഹം കുറച്ചുകൂടി സഹായകമായി ചെയ്തു കൊടുക്കുകയാണോ? അല്ല, നേരത്തെ ഈ BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ച സമയത്താണ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരികയും അങ്ങനെ അത് ഒരു കുറേ കൂടി വ്യാപകമായിട്ടുള്ള രീതിയിൽ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാനും BDJSന് കുറേ വോക്കേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ഇത് പൊതുവേ നമ്മൾ രാഷ്ട്രീയം പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് കാര്യമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് ശരിയല്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി കുറേ കേഡേഴ്സിനുണ്ടാക്കും. SNDPയുടെ കേഡേഴ്സായിരുന്നു അവർ. ആ SNDP കേഡേഴ്സിനെ മുഴുവനും അവർ BJPയുടെ കേഡേഴ്സാക്കി മാറ്റിയെടുത്തു കാരണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ BJPയുമായിട്ടൊപ്പം ചേർന്നാൽ NDAയുടെ പാർട്ടായിട്ടാണ് BDJS പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ നിരന്തരം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതൊരു അസോസിയേഷനാണ്. ആ അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ SNDP പ്രവർത്തകരുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് BJP പ്രവർത്തകരായിട്ട് മാറിത്തീരുകയും BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ജനങ്ങളിൽ വീടുകളിൽ എത്തിക്കുന്ന ജോലി അവർ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈഴവ കുടുംബങ്ങളിൽ SNDP യൂണിറ്റുകളിൽ അതെത്തിക്കുന്ന ചുമതല ഈ BDJS പ്രവർത്തകർക്കായി തീരുകയും അവരത് പറഞ്ഞ് കുറേ കഴിയുമ്പോൾ അവർ BJP പ്രവർത്തകരെ മാറി. അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനിടയിൽ അവരുടെ പൊളിറ്റിക്കൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ BJPയുടെ രാഷ്ട്രീയമാണ് എന്നാണ്. അത് ഏതാണ്ട് ഈ SNDP ശാഖകളിലെല്ലാനും ഒരു പരിധിവരെയൊക്കെ ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് BJPയുടെ വിജയമാണ് ശരിക്കും പറഞ്ഞു. കാരണം BJP ആഗ്രഹിക്കുന്ന കേരളത്തിലെ അധികാരത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു മേജർ സമൂഹം എന്ന നിലയ്ക്ക് ഈഴവ സമൂഹം വരണം എന്നുള്ള ഈഴവ സമൂഹത്തിനെ കൂടെ നിർത്താനല്ല, ഈഴവ സമൂഹം അതിൻ്റെ ശക്തിയായി മാറിയാൽ മാത്രമാണ് കേരളത്തിൽ അവർക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് കഴിയും. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ BJPയെ BDJS വഴി ഈഴവരിലേക്ക് നട്ടത്. അത് വളർന്നു വലുതായി എന്നാണ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ BJPയുടെ മറ്റൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അത് മാത്രം പോരാ, കേരളത്തിൽ അധികാരത്തിൽ വരാനായിട്ട് മറ്റൊരു സമുദായം ആവശ്യമാണ്. അത് ക്രിസ്ത്യൻ സമുദായം. അതെ, ആ ക്രിസ്ത്യൻ സമുദായത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് BJPയുടെ ഒരു ഐലൻഡ് തുറന്നു. ആ ഐലൻഡാണ് ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ. ആ BJPയുടെ വിജയമാണ് ശരിക്കും പറഞ്ഞത്. കാസ ഉണ്ടാക്കി BJP യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് നല്ല രീതിയിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. BJP ക്രിസ്ത്യാനികളെ യഥാർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രീയത്തിനെ പറ്റുന്ന പാകപ്പെടുത്തുന്ന ഉപകരണമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലവർ വിജയിച്ചു എന്നാണ് മനസ്സിലായത്. ഇനി അതിൻ്റെ ഒരു സംയോജനമുണ്ട്. ആ സംയോജന പ്രക്രിയക്കാണ് ഇപ്പോൾ അവർ വെള്ളാപ്പള്ളി നടേശനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്ന പുതിയ പ്രയോഗത്തിലേക്ക് വന്നത്. ഇയാൾക്ക് വെള്ളാപ്പള്ളി നടേശൻ ക്രിസ്ത്യാനികളെയൊക്കെ നല്ല രീതിയിൽ എതിർക്കുന്ന ഒരാളാണ്. പല പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ പ്രശ്നം? അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം വന്ന് സമയത്ത് ഈഴവ പെൺകുട്ടികളെ ക്രിസ്ത്യൻ യുവാക്കൾ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ക്രിസ്ത്യാനികളെ അതിശക്തമായിട്ടുള്ള എതിർത്തിട്ടുള്ളതാണ്. അതങ്ങനെ ഓരോ മേഖലയിലും ഓരോരോ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അദ്ദേഹം അവതരിപ്പിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യും. ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമായിട്ട് ഇത്തരം വിഷയങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രസക്തിയും അദ്ദേഹത്തിന് മുമ്പിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ
ഒരു പുതിയ രാഷ്ട്രീയം, ആ പുതിയ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്യാൻ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സമരത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രകടമാക്കപ്പെടുന്നതല്ല. മനുഷ്യൻ്റെ ചിന്തയിലേക്ക് അതിനെ പതുക്കെ കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവനെ അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ രാഷ്ട്രീയം വളരെ വൾഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത് വൾഗറൈസ് ചെയ്യാനായിട്ട് മനുഷ്യൻ അങ്ങനെ ആക്കി. വർഗീയതയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ആയിപ്പോയി അത്. അപ്പോൾ ആ ബേസിൽ ഇതാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഇതിൻ്റെ ശക്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈഴവരും അതുപോലെ തന്നെ നായർ സമുദായം, അത് രണ്ടുമാണ് തമ്മിൽ, അത് രണ്ടും ഒരിക്കലും പൊരുത്തപ്പെടാതെ പോകുന്നത്. വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തന്നെ സുകുമാരൻ നായരും കൂടെ ഒരിക്കലും പൊരുത്തപ്പെടില്ല. അപ്പോൾ അവരുടെ ഒരു ശത്രുത എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് SNDPയും NSSും തമ്മിലുള്ള ശത്രുതയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, കേരളത്തിൻ്റെ ഒരു പഴയകാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായർക്ക് താഴെ നിൽക്കുന്ന കീഴാളനാണ് ഈഴവൻ. ആ ഒരു പ്രശ്നമുണ്ട്. അത് തമ്മിലുള്ള അവരുടെ അപകർഷ്ടതയുടെ പ്രശ്നം, ആ ഈഗോ ഉണ്ട്. ആ ഈഗോ പ്രോബ്ലം ഇതിനകത്ത് എപ്പോഴും പ്രകടമായി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമുക്കതൊക്കെ മാറ്റിവെക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നായരെന്നും ഈഴവരെന്നും പറയുന്ന ചിന്തക്കപ്പുറമായിട്ട് മനുഷ്യനെന്ന ചിന്തയിലേക്ക് മാറിയാൽ മാത്രമേ ആ അപകർഷതയും ആ ഈഗോ പ്രോബ്ലംസൊക്കെ മാറുകയുള്ളൂ. അത് പക്ഷെ മാറാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഈ ചുറ്റുവട്ടത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം BJPയുടെ ഒരു പൊളിറ്റിക്സിനെ എങ്ങനെ ഒരു സാംസ്കാരിക തലത്തിൽ ചുട്ടെടുക്കാനായിട്ട് കഴിയും, അതിൻ്റെ ഒരു കുശിനിക്കാരനായിട്ട് ഇദ്ദേഹം മാറുന്നു എന്നാണ് ഈ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നുവെച്ചാൽ ഒരു സമൂഹം മാത്രമാണ് കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത്, അത് മുസ്ലിങ്ങളാണ്. അപ്പം മുസ്ലിങ്ങൾക്കെതിരെ നായാടി മുതൽ ക്രിസ്ത്യാനികളുള്ള വരെയുള്ള ആളുകൾ സംഘം ചേരുക, അങ്ങനെ ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നൊരു സന്ദേശം യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കണക്കാക്കേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ CPMുമായിട്ടും ഒരു വശത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധം പുലർത്തി ഒപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട്, അതായത് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, അതിജീവന രാഷ്ട്രീയം, സർവൈവൽ പൊളിറ്റിക്സ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കുന്ന ഒരാളായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. സർവൈവൽ പൊളിറ്റിക്സ് ആണ് ശരിക്കും എങ്ങനെ ഈ ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള സമകാലിക രാഷ്ട്രീയത്തിനകത്ത് അവരവരുടെ സ്ഥാനം ഉറപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നതിൻ്റെ ഒരു അന്വേഷണവും ഗവേഷണമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ അത് ഈ പുതിയ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വെള്ളാപ്പള്ളി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സഭയ്ക്കുണ്ടായിരുന്ന ചില പരാതികൾ വെള്ളാപ്പള്ളി അതേപടി ആവർത്തിക്കുന്നതായിട്ട് കുറച്ചു കാലമായിട്ട് കാണുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു വിഭാഗം മാത്രമാകുന്നു, മറ്റുള്ള ആളുകൾക്ക് യാതൊന്നും ന്യൂനപക്ഷ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നില്ല, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, ഇവർ ഒരു വിഭാഗത്തെ മാത്രം പേടിക്കുകയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ. അതുപോലെ തന്നെ നാഷണൽ പൊളിറ്റിക്സിൽ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകുന്നത് ഒരു വിഭാഗമാണ് എന്നും ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തുയർത്തുകയും ഏറ്റവും ഒടുവിൽ വഖഫ് വിഷയത്തിൽ വളരെ രൂക്ഷമായി ഈ വഖഫ് ബോർഡിനെയും അതിൻ്റെ ചില കാര്യങ്ങളെയൊക്കെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. പൊതുവിൽ BJP പറയുന്ന ഒരു പൊളിറ്റിക്സിനെ അദ്ദേഹം ഓൺ ചെയ്യുന്നു ഒരു ഭാഗത്ത് എന്നുള്ളതും മറുഭാഗത്ത് അദ്ദേഹം CPMനെ പ്രീതിപ്പെടുത്തി നിൽക്കുന്നു എന്നുള്ളതും എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നല്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അതൊരു സർവൈവൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. സർവൈവൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സുള്ള രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടി ഇപ്പോൾ പറയേണ്ടി വരും വെള്ളാപ്പള്ളി നടേശൻ. കാരണം CPM അദ്ദേഹത്തെ സഹായിക്കുന്നു, കോൺഗ്രസ് അദ്ദേഹത്തെ സഹായിക്കുന്നു. CPM സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പറയുന്നതല്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ മകന് വലിയ ഒരു പ്രശ്നം ചെക്ക് കേസ് സംബന്ധമായിട്ട് ഉണ്ടായപ്പോൾ നിമിഷങ്ങൾക്കുള്ളിലാണ് പിണറായി വിജയൻ അതിൻ്റെ ഇടപെട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. മറ്റാർക്കും കഴിയുമായിരുന്നില്ല അതേപോലത്തെ ഒരു ഇടപെടൽ നടത്താനായിട്ട്. അത്ര ശക്തമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. ഇടയ്ക്ക് പുറത്ത് നമ്മൾ അതൊക്കെ പോറലേൽക്കുന്നുണ്ടെന്നൊക്കെ തോന്നാവുന്ന രീതിയിൽ പല കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പോറലേൽക്കപ്പെടുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവർ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഒപ്പം നിർത്താൻ കഴിയും. BJPയെ ശക്തമായിട്ട് ഒപ്പം നിർത്താനായിട്ട് കഴിയും, കോൺഗ്രസിനെയും ഒപ്പം നിർത്താനായിട്ട് കഴിയും. ഒരേപോലെ ഇവരെല്ലാവരെയും ഒപ്പം നിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അദ്ദേഹം അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ
ഒരു സർവൈവൽ പൊളിറ്റിക്സിൻ്റെ വക്താവായിട്ട് പ്രവർത്തിക്കുകയും ആ സർവൈവൽ പൊളിറ്റിക്സിനെ ഇന്ന് എക്സിസ്റ്റൻസ് ഉണ്ട് കേരളത്തിൽ. കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പ്രൊഫസർ കെ വി തോമസിനെ പോലെയുള്ള ഒരാളെ CPM ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്നത്. ശരിക്കും കേരളത്തിൻ്റെ അംബാസഡറായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. CPMൻ്റെ അംബാസഡറായിട്ട് ഒരുപാട് വർഷക്കാലം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ മുഖമായി മാറിയ ഒരാളെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കും എന്തും ആകാം. രക്ഷപ്പെടുന്നത് മുഴുവൻ ആരാണ്? രക്ഷപ്പെടുന്നത് മുഴുവനും ഈ പ്രൊഫസർ കെ വി തോമസിനെ പോലെയുള്ള ആളുകൾ. അതിൻ്റെ മറ്റൊരു വലിയ രൂപമാണ് പ്രൊഫസർ കെ വി തോമസ്. ഒരു മിനിയേച്ചറാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ഏറ്റവും വിശ്വരൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത്രയും കൃത്യമായ രീതിയിൽ സർവൈവൽ പൊളിറ്റിക്സ് യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ അതിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നതിൽ കഥയില്ല. കാരണം എന്ന് വെച്ചാൽ പൊളിറ്റിക്സിൻ്റെ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാൽ അത് സർവൈവലിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതെന്ന് വന്നാൽ അതിനെ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണ്, അവരാണ് വിജയികളായി മാറുന്നത്. അപ്പോൾ അവരുടെ ഒരു കാലത്താണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്. അതാണ് പ്രശ്നം. എന്തായാലും പക്ഷേ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും, അതായത് BJP അനുകൂലി സംസാരിക്കുന്നുണ്ടെങ്കിലും BJPയുടെ പൊളിറ്റിക്സ് പറയുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ചില സമയത്തൊക്കെ CPMനെ അദ്ദേഹം അനുകൂലിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പരസ്പരം BJPയുടെയും CPMൻ്റെയും നേതാക്കന്മാർക്ക് അസ്വാരസ്യം ഒന്നുമില്ല. യഥാർത്ഥത്തിൽ മാഷ് പറഞ്ഞ പോലെ ആ പൊളിറ്റിക്സിൻ്റെ ആശയം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർക്കെല്ലാം പരസ്പരം അറിയാം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതെല്ലാം അറിയാമെന്നുള്ളതും ആ അതിജീവന പൊളിറ്റിക്സിൻ്റെ ഒരു ഉദാഹരണമായി വെള്ളാപ്പള്ളി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ചുരുങ്ങിയ വാക്യം. അതാണ് ശരി. അതാണ് അതിജീവന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകം. അദ്ദേഹത്തെ കണ്ടാണ് എല്ലാവരും പഠിക്കേണ്ടത്. കേരളത്തിന് ഇപ്പോൾ പറ്റിയത് അദ്ദേഹമാണ്. അപ്പോൾ അത് കണ്ട് പഠിക്കുക, അതാണ് രാഷ്ട്രീയം എന്ന് കരുതുക. അതല്ലാതെയൊക്കെ നമ്മളൊക്കെ എടുക്കുന്ന നിലപാടുകളെന്ന് പറയുന്നുണ്ടെങ്കിൽ കാലത്തിന് പറ്റാത്ത നിലപാട്. നമ്മളിപ്പോൾ ഒരു എത്തിക്സ് വെച്ച് പൊളിറ്റീഷ്യനെ കാണുന്നു, അതിനൊരു വാല്യൂ സിസ്റ്റം, ഒരു മൂല്യവ്യവസ്ഥയുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ കരുതും. പക്ഷേ നമ്മളൊക്കെ മണ്ടന്മാരാണ് എന്ന് പറയുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് പ്രശ്നം. തീർച്ചയായും. അപ്പോൾ ഇങ്ങനെയുള്ള അതിജീവന രാഷ്ട്രീയം പ്രാവർത്തികമാക്കുന്ന വ്യക്തികൾ മഹാന്മാരായിട്ട് വാഴ്ത്തപ്പെടും. അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരി.